എല്ലാവർക്കും നമസ്കാരം. എലമെന്റ്സ് വിലക്കാരൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ 1-2 വീഡിയോസുകളിൽ നിങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ടാകും കമൻറ്റ്, അതായത് ഡയറക്റ്റ് സെല്ലിംഗ് ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതലാണെന്നുള്ളത്. അത് എല്ലാ കമ്പനികൾക്കും അല്ല, ചില കമ്പനികൾക്ക് വില കൂടിയ ഉൽപ്പന്നങ്ങളാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതൊന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒന്ന് യുണീക്ക്നെസ്സാണ് ഉൽപ്പന്നങ്ങൾ. സാധാരണ നമ്മളെ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ ഉൽപ്പന്നങ്ങൾ തന്നെ ഈ ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കസ്റ്റമേഴ്സായിട്ട് വരുന്ന ആളുകൾക്ക് ഏത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾക്ക് വേണമെങ്കിൽ കടയിൽ പോയിട്ട് അരി വാങ്ങിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിങ് വരുന്ന ഏതൊരു കമ്പനിയിൽ നിന്നും അരി വാങ്ങിക്കാം, ശരിയല്ലേ? പക്ഷേ അതേ സമയത്ത് യുണീക്കായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഞാൻ ഈ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്ന ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഡയറക്റ്റ് സെല്ലിങ് മേഖലയിൽ വരുന്ന ഉൽപ്പന്നങ്ങളാണ്. ആ ഉൽപ്പന്നങ്ങൾ ആ ഒരു ക്വാളിറ്റിയിൽ വേറെ എവിടെ നിന്നും വാങ്ങിക്കാൻ കിട്ടത്തില്ല. ചിലപ്പോൾ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഉണ്ടാകാം, പക്ഷെ അതേ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് വേറെ കടകളിൽ നിന്നോ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വാങ്ങിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ കൊന്നത് ക്വാളിറ്റി എന്ന് പറയുമ്പം അഷുറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള ആയുഷ് പ്രീമിയം കിട്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. പിന്നെ ആ ഉൽപ്പന്നങ്ങൾ നിർമ്മാണ രീതി ഈ പറയുന്ന കൈകൊണ്ട് തൊടാതെ ചെയ്യുന്ന നിർമ്മാണ രീതി, അതുപോലെ തന്നെ നിർമ്മിക്കുന്ന ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് യൂണിറ്റുകൾ, അവയുടെയൊക്കെ ഒരു കോസ്റ്റ് നോക്കുന്ന സമയത്ത് ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുന്നതിൽ വലിയ അതിശയമൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഉൽപ്പന്നങ്ങളൊന്നും തന്നെ പരസ്യങ്ങൾ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ പരസ്യങ്ങൾ ചെയ്യാത്തിടത്തോളം ഈ ഉൽപ്പന്നങ്ങളുടെ പരസ്യം ചെയ്യുന്നത് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്. അവർക്ക് ആ ഒരു ഡിസ്ട്രിബ്യൂഷിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് നമുക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടിയതായിട്ട് കാണിക്കാൻ പറ്റും. പിന്നെ ഞാൻ ഈ ഗൂഗിൾ ചെയ്ത സമയത്ത് മനസ്സിലാക്കിയ ഒരു വില കൂടിയ റീസൺ എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റുകളുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനി ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഈ പറയുന്ന കമ്പനിയാണ് ഏറ്റെടുക്കുന്നത് എന്നുള്ളത്, അത് ഈ പറയുന്ന പ്രൊഡക്റ്റിൻ്റെ വിലയിൽ നിന്നും വാങ്ങിക്കുന്നു എന്നുള്ളൊരു വാദം പറയുന്നത്. പക്ഷെ അത് അത്ര കൺവിൻസിങ് ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം നമുക്കറിയാം പലപ്പോഴും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ട്രെയിനിങ് കൊടുക്കുന്നത് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കാശ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കാശ് എന്ന് പറയുമ്പോഴും ആ ഒരു ആ പ്രോഗ്രാം പങ്കെടുക്കുന്നതിനൊരു ഫീ, ചിലപ്പോൾ അത് ആ ഒരു ഹാളിൻ്റെ ഫീ ആകാനുള്ള കൂടുതൽ സാധ്യത. അപ്പോൾ അതെന്തായാലും വാങ്ങിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. നമുക്ക് അങ്ങനെ ഒരു ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് ഉൽപ്പന്നങ്ങൾ യുണീക്കായിട്ടുള്ള പ്രൊഡക്റ്റുകളായതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റിക്കുമാണ് യഥാർത്ഥത്തിൽ ക്യാഷ് കൂടുതലായിട്ട് വരുന്നത്. ഈ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതലാണ് എന്നുള്ളൊരു വാദമൊന്നും യഥാർത്ഥത്തിൽ ശരിയുള്ള കാര്യമല്ല. പക്ഷേ എങ്കിലും ഉൽപ്പന്നങ്ങൾക്ക് ചില കമ്പനികൾ വില കൂടുതലാണ്, പ്രത്യേകിച്ച് നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് പല സമയങ്ങളിലും. അപ്പോൾ അതിൻ്റെ റീസൺ പറഞ്ഞിരിക്കുന്നത് ക്വാളിറ്റിയാണ്. ഒരു എക്സാമ്പിൾ പറയാം, ഞങ്ങളുടെ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തിയ ഒരു പേസ്റ്റിൻ്റെ റേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടറോട് ചോദിച്ചാൽ മനസ്സിലാവും. റേറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പേസ്റ്റിൻ്റെ റേറ്റ് അല്ല. പക്ഷേ വ്യത്യാസം എന്ന് പറയുമ്പോൾ അത് വാണിങ്ങുകളൊന്നുമില്ല, ആർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ക്വാളിറ്റി, നമ്മുടെ പല്ലിൻ്റെ പ്രശ്നങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ റിസൾട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഉൽപ്പന്നം കഴിയുന്നുണ്ട്. മെയിനായിട്ട് ഈ പറയുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയുടെ പൈസയാണത്. പിന്നെ അത് വിൽക്കുന്നതിലൂടെ, അതായത് ഡിസ്ട്രിബ്യൂഷൻ പ്രൈസിൽ ഉൽപ്പന്നം വാങ്ങിച്ച് അത് MRPക്ക് വിൽക്കുന്നതിലൂടെ നല്ലൊരു പ്രോഫിറ്റ് ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വില കൂടുതലുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഇതൊന്നല്ല, നമ്മുടെ ഒരു ഗസ് മാത്രമാണ്. ഇങ്ങനെ ഇതുകൊണ്ടായിരിക്കാം ഉൽപ്പന്നത്തിന് വില കൂടുതൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും കാര്യങ്ങളെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ്, ബൈ.